യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ഭാഗത്തിലെ പോർച്ചുഗീസുകാരുടെ ആഗമനം, അവരുടെ ആധിപത്യത്തെ പറ്റിയാണ്. കേരള ചരിത്രത്തിൽ പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റമായ ശുഭപ്രതീക്ഷാ മുനമ്പ് ചുറ്റി ഏഷ്യയിലേക്ക് വരുന്നതിനുള്ള കപ്പൽ മാർഗം കണ്ടെത്തിയ പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയോ ഡയസ്. 1488 ബർത്തലോമിയോ ഡയസ് ഈ പോർച്ചുഗീസ് നാവികനായത്. ശുഭപ്രതീക്ഷാ മുനമ്പ് ചുറ്റി കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസ് സംഘത്തെ നയിച്ചത് വാസ്കോഡഗാമയാണ്. ഇന്ത്യയിൽ കടൽ മാർഗം എത്തുന്ന ആദ്യ യൂറോപ്യൻ ശക്തികൾ പോർച്ചുഗീസുകാരാണ്. അതുപോലെ തന്നെ വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങിയത് 1498 മെയ് 20 സെൻറ്റ് ഗബ്രിയേൽ, റാഫേൽ, ബെറിയോ എന്നിങ്ങനെ 3 കപ്പലിലാണ് വാസ്കോഡഗാമയും സംഘവും കാപ്പാട് എത്തുന്നത്. ഇതിൽ വാസ്കോഡഗാമ നിയന്ത്രിച്ച കപ്പലാണ് സെൻറ്റ് ഗബ്രിയേൽ. വാസ്കോഡഗാമയുടെ നേതൃത്വത്തിലുള്ള പോർച്ചുഗീസ് നാവിക സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗൽ രാജാവാണ് മാനുവൽ. ഇനി വാസ്കോഡഗാമ കോഴിക്കോട് എത്തുമ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശമാണ് നെടിയിരുപ്പ് സ്വരൂപം. കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിമാരുടെ രാജവംശമാണ് നെടിയിരുപ്പ് സ്വരൂപം. അതിലെ ഭരണാധികാരികൾ സാമൂതിരികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1498 വാസ്കോഡഗാമ വരുമ്പോൾ നെടിയിരുപ്പ് സ്വരൂപത്തിലെ ഭരണാധികാരി മാനവിക്രമൻ ആയിരുന്നു എന്നത് ഓർത്തിരിക്കുക. കോഴിക്കോടെത്തിയ വാസ്കോഡഗാമ സാമൂതിരിയെ സന്ദർശിച്ചെങ്കിലും ചിരകാലമായി സാമൂതിരിയുമായി വാണിജ്യബന്ധം ഉണ്ടാക്കുന്ന അറബികളുടെ താൽപ്പര്യപ്രകാരം ഗാമയ്ക്ക് വാണിജ്യ അനുമതി ലഭിച്ചില്ല. തുടർന്ന് കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് നീങ്ങിയ ഗാമ കോലത്തിരി, അതായത് കണ്ണൂർ ഭാഗത്തെ രാജാവുമായി ബന്ധം സ്ഥാപിക്കുകയും നല്ല രീതിയിൽ ചരക്ക് നിറച്ച് 1498 നവംബറിൽ ലിസ്ബണിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. വാസ്കോഡഗാമയുടെ ഇന്ത്യ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 മടങ്ങ് അധികം മൂല്യമുള്ള ചരക്കുകളാണ് അദ്ദേഹം പോർച്ചുഗലിലേക്ക് മടക്കി കൊണ്ടുപോയതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അടുത്തത്, വാസ്കോഡഗാമയ്ക്ക് ശേഷം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവിക സംഘത്തെ നയിച്ചത് കബ്രാളാണ്. AD 1500 വാസ്കോഡഗാമയ്ക്ക് ശേഷം ഒരു ഗ്രൂപ്പ് ഓഫ് പോർച്ചുഗീസുകാർ എത്തുന്നത്. ആ സംഘത്തെ നയിച്ചത് കബ്രാളാണ്. ആ സംഘത്തിലുണ്ടായിരുന്ന ഐറിസ് കൊറിയയാണ് സാമൂതിരിയുമായി ധാരണയുണ്ടാക്കി കോഴിക്കോട് ഒരു വ്യാപാരശാല സ്ഥാപിക്കുന്നതിനുള്ള അനുമതി നേടിയത്. എന്നാൽ അറബികളും പോർച്ചുഗീസുമാരുമായുള്ള വ്യാപാര തർക്കം അവർ തമ്മിലുള്ള പരസ്പര ആക്രമണത്തിലേക്ക് നയിച്ചതിനെ തുടർന്ന് പോർച്ചുഗീസുകാർ കൊച്ചിയിലേക്ക് പോയി. തുടർന്ന് കൊച്ചി, കൊല്ലം, കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്ന് ചരക്ക് കയറ്റി കബ്രാളിൻ്റെ സംഘം പോർച്ചുഗലിലേക്ക് മടങ്ങി. വാസ്കോഡഗാമ ഇന്ത്യയിലേക്ക് രണ്ടാമത് വന്നത് 1502 ഗോവയ്ക്കടുത്തുള്ള 5 ദ്വീപിലാണ് ഗാമ രണ്ടാമത് വരുന്നത് 1502. അതിനുശേഷം വരുന്നത് ജാവോ ഡ നോമ എന്ന ആളാണ്. അതിനുശേഷം 1503 അൽബുക്കർക്ക് വരുന്നത്. കൊച്ചിയിൽ പള്ളിപ്പുറം കോട്ട പണിതത് അൽബുക്കർക്കാണ്.